ഒരുപാട് ബിസിനസ്സുകാർക്ക് ഒരു പ്രൊഡ്യൂസർ ആവണമെന്ന് മോഹം ഉണ്ടാവും. ഷംസുദ്ദീൻ സാർ ചെയ്ത പോലെ സാധാരണ നമ്മളുടെ ഒരു സെക്കൻഡ് ലെയർ ഓഫ് സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കോസ്റ്റ് ആയിരിക്കും വരിക ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ? അങ്ങനെ കോസ്റ്റ് ഇല്ല ആക്ച്വലി. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ വേറെ ഞാനിപ്പോൾ സിനിമയൊക്കെ കൂടുതൽ പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിപിൻ ആറ്റ്ലി എന്ന് പറഞ്ഞു. വിപിൻ ആറ്റ്ലിയൊക്കെ വളരെ നിസാരമായ ബഡ്ജറ്റിലാണ് സിനിമ ചെയ്യുന്നത്. എന്നാൽ അത്രയും നിസാരമായ ബഡ്ജറ്റിൽ സിനിമ ചെയ്ത് ആ സിനിമയിലെ അഭിനയിച്ച പെൺകുട്ടിക്കാണ് ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. വളരെ നിസാരമായ എമൗണ്ടിന്. അപ്പം അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. സിനിമ എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നല്ലേ ഉള്ളൂ. അത് ചിലവർ ഭയങ്കര കോസ്റ്റ് ഇത് വേറെ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു സ്റ്റോറി ടെൽ ചെയ്യാ, സ്റ്റോറി പറയുക എന്നുള്ളതല്ലേ അതിൽ ഫാക്ടർ ഉള്ളൂ. ഈ 1983 പോലത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇറക്കിയ സമയത്ത് അവിടെ നിന്ന് സാറിന് ഒരു സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഫിലിം പ്ലാൻ ചെയ്യായിരുന്നു. എന്നിട്ട് പോലും സാർ പിന്നെ കണ്ടന്റിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ക്യൂന് നിർമ്മിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്തതും അങ്ങനെ ഒരു അവസരം കൊടുക്കുകയും അങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടതൊക്കെ?